ഇന്ന് നമുക്ക് ഒരു പുതിയ ആർട്ട് അത് കലാരൂപം കലയെന്ന് വെച്ചാൽ എല്ലാം കലയുണ്ട്. ഡാൻസും പാട്ടും പോലെ പറയും പെയിന്റിങ്ങും എല്ലാം കലകളാണ്. അതുപോലെ ഒരു പുതിയ ഒരു കലയാണ് ഇന്നത്തെ ഒരു ആർട്ടാണ് ഇന്നത്തെ. അതെന്താണെന്ന് അറിയാൻ വീഡിയോ ഇതാണ്. പിള്ളേർക്കൊക്കെ അവധി സമയത്തൊക്കെ അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ പറ്റിയ ഒരു കാര്യമാണിത്. ഒരു നല്ലൊരു പരിപാടിയാണിത്. പെയിന്റിംഗ് ആണ്, പക്ഷെ പെയിന്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. പെയിന്റ് വേറൊരു രീതിയിലാണ്. ഞാൻ നേരത്തെ റേഷൻ പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പെയിന്റിംഗ് പോലെ നമുക്ക് കണക്കാക്കാം. അത് എന്താണെന്ന് അറിയുമോ? സാൻഡ് ആർട്ട്. ഇത് മണ്ണ് കൊണ്ടുള്ള പെയിന്റിംഗ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോ ഒന്ന് കാണാം. നിങ്ങളെല്ലാവരും വീഡിയോ മിസ്സാക്കാതെ ഫുള്ളായിട്ട് കാണുക. എങ്കിൽ മാത്രമേ ഇതെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ സാൻഡ് ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സാൻഡ് പേപ്പർ തന്നെയാണ് ക്ലാസ് എടുത്തേക്കുന്നത്. അതുപോലെ ഒരു കേക്കിൻ്റെ ബേസും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സാൻഡ് പേപ്പർ എൻ്റെ പടം വരച്ചിട്ടുണ്ട്. സാൻഡ് പേപ്പർ ആയതുകൊണ്ട് പടം വരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മറ്റ് സാധാരണ പേപ്പർ വരയ്ക്കാൻ ഇത്ര എളുപ്പമൊക്കത്തില്ല. സാൻഡ് പേപ്പർ ആകുമ്പോൾ കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇതിൽ തന്നെ ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഈ പേപ്പറിനെ ഈ ബൈൻഡിലോട്ട് ഒട്ടിച്ചെടുക്കണം. അത് ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ ഫെവി ബോണ്ട് കൊണ്ടാണ് ഒട്ടിക്കുന്നത്. അപ്പം ശരിക്കും നല്ലപോലെ ഒട്ടിയിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് രണ്ടിനി ഇതിലോട്ട് ബൈൻഡിലോട്ട് ആദ്യം ഇട്ട് ഫെവി ബോണ്ട് വരട്ടി കൊടുക്കാം. രണ്ടേലും ഇച്ചിരി ഫെവി ബോണ്ട് വരട്ടണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒട്ടിക്കാനിത്. ഇനി നമുക്ക് എന്തെങ്കിലും സാധനം വെച്ച് നല്ലപോലെ തൂത്ത് പിടിപ്പിക്കണം. ഫുള്ള് തേച്ച് പിടിപ്പിക്കണം. അപ്പം അതുകൊണ്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ സൈഡും കൂടെ തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ച് ഒട്ടിച്ച് ഉണങ്ങിയ ശേഷം വേണം നമുക്ക് ഉണങ്ങിയ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം മാത്രമേ വർക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. ഇതും അതുപോലെ തേച്ചിട്ട് നമുക്കിങ്ങനെ പിച്ചാത്തി കൊണ്ട് തേച്ച് എല്ലായിടും ഒരുപോലെ പിടിപ്പിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഈ സൈഡും നമ്മൾ പശ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങോട്ട് നല്ലപോലെ ലെവൽ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇത് നല്ലപോലെ ലെവൽ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉണങ്ങിക്കഴിയുമ്പം ഇതിൻ്റെ ഈ സൈഡ് ബാലൻസ് വയ്ക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം വർക്ക് ചെയ്ത് തുടങ്ങാൻ. അതുകൊണ്ട് ഇത് ഫുൾ ഒട്ടിച്ച് ഇനി ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തെങ്കിലും വെയിറ്റ് വെച്ച് കുറച്ച് നേരം വെച്ചാൽ വെയിറ്റ് വെച്ചാൽ മാത്രമേ ശരിക്കും അത് ഒട്ടത്തുള്ളൂ. നമുക്കതൊന്ന് എന്തെങ്കിലും നല്ല വെയിറ്റ് വെച്ച് വെക്കണം. അപ്പോൾ ഉണങ്ങിയ ശേഷം അത് കട്ട് ചെയ്യുമ്പം ഞാൻ കട്ട് ചെയ്തിട്ട് ബാക്കി കാണിച്ചാൽ എങ്ങനെ ചെയ്യുന്നതെന്ന്. ഞാൻ ഇതിനെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി ആ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തിൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങാം. ഞാൻ നേരത്തെ ചെയ്ത വർക്കിന് വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് അന്ന് നമ്മൾ വെച്ചിരുന്ന തുണി ആയിരുന്നു. ഇന്നിത് വെച്ചേക്കുന്നത് സാൻഡ് പേപ്പറാണ്. നമുക്കിത് അല്ലാത്ത പേപ്പർ വെച്ച് തുണി വെച്ചൊക്കെ ചെയ്യാം. കറുപ്പ് കളർ ബേസാണ് ഏറ്റവും നല്ലത്, ഭംഗിയായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വെച്ച് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വർക്ക് ചെയ്യാം. നടുക്കുള്ള ഈ വലിയ പൂ നന്നാക്കാം ആദ്യം ചെയ്ത് അതിനായിട്ട് അതിൻ്റെ ഗ്ലൂ നമ്മുടെ ഫെവിക്കോൾ മതി. വൈറ്റ് ഗ്ലൂ എന്ന് പറയുന്ന സാധനമാണ് എടുത്തേക്കുന്നത്. നല്ല ഏതെങ്കിലും പശ വേണത്. അതിലേക്ക് നമുക്ക് സൂക്ഷിച്ച് ഇതിനകത്തേക്ക് മാത്രമായിട്ട് ഈ പശ ആദ്യം പുരട്ടി കൊടുക്കണം. നല്ലപോലെ പശ പുരട്ടി കൊടുക്കണം. എങ്കിലേ നമുക്ക് ആ സാൻഡ് അതിലിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആ പശ തേച്ചു. ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടി സാൻഡ് ഇട്ട് കൊടുക്കാം അങ്ങോട്ട്. പൂക്കളാണ് ഞാനൊരു ചുവപ്പ് കളറാണ് കൊടുക്കുന്നത്, ഒരു ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. ഇനി ഇതിനെ ഇങ്ങനെ ആക്കിയിട്ട് ഫുള്ള് ആ പശ പറ്റിയെടുത്ത് മുഴുവൻ ആക്കിയെടുക്കണം. ഇതായിട്ടും ഓരോ കളറായിട്ട് ഇടാനൊക്കത്തുള്ളൂ. ഉണങ്ങിയ ശേഷം മാത്രമേ നമുക്ക് അടുത്ത് ഇടാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ തമ്മിലെല്ലാം കൂടെ മിക്സായി പോകും. ഇങ്ങനെയൊക്കെ നല്ലത് എല്ലായിടും ഒരുപോലെ ആ പശ വെട്ടിട്ട് മുഴുവൻ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയുള്ളത് നമ്മളിങ്ങനെ
തുടങ്ങിങ്ങനെ എടുത്തു. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ഇതൾ അതിൻ്റെ ആയി. ഇതുപോലെ എല്ലാ ഇതളും നമുക്ക് ചെയ്തെടുക്കണം. നടുക്കലത്തെ ഭാഗവും ചെയ്തെടുക്കണം. എന്താ ഞാൻ ഈ ഒരു പൂവ് ചെയ്ത് വെച്ചു. ഇത് കംപ്ലീറ്റ് ആയില്ല, ഇനി ഇതേ പണിയുണ്ട്. ബാക്കി പൂക്കളോട് ചെയ്തതിന് ശേഷം ഇത് ഉണങ്ങിയിട്ട് ഇതിൻ്റെ ബാക്കി പണി ചെയ്യാം. അപ്പം ഞാൻ ആ പൂക്കളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഇല്ല, ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയ ശേഷം ബാക്കി ഒരു പരിപാടി ഒരു കൂട്ടോടുണ്ട്, അതുകൂടെ കാണിക്കാം. നമ്മൾ നേരത്തെ ചെയ്തതിനകത്തിൽ ഈ എത്രയും മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. ഇതിനകത്ത് ഇച്ചിരി കൂടെ പണിയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തതിനകത്തിൽ ഇതായിരിക്കും കാണാൻ നിങ്ങളുടെ ഭംഗി. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നുകൂടെ ഞാൻ ഈ വീഡിയോ ഇതുപോലെ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പം നമുക്ക് ഇത് ഉണങ്ങട്ടെ. ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ബാക്കി ചെയ്ത് നമുക്ക് ഒറ്റയടിക്കും ചെയ്യാൻ പറ്റുന്ന വർക്കല്ല ഇത്. ഓരോ പ്രാവശ്യവും ഇട്ട് ഉണങ്ങി ഉണങ്ങിയ ശേഷം മാത്രമേ അടുത്ത പ്രാവശ്യം വീണ്ടും അത് പശ ഇടാനൊക്കത്തുള്ളൂ. ഒന്ന് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ബാക്കിയുള്ള കളർ ചെയ്യാൻ പറ്റില്ല. ഈ കളറുകൾ തമ്മിൽ മിക്സായി പോകും. ഇത് ഉണങ്ങിയ ശേഷം മാത്രമേ അടുത്ത കളർ ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങനെ ഇച്ചിരി നേരത്തെ ജോലി ഉണ്ട്. സമയം കൂടുതലെടുക്കത്തില്ല, പക്ഷേ ഇത് ഉണങ്ങാനുള്ള സമയം നമുക്ക് വേണ്ടി വരും. നമുക്കിത് ഉണങ്ങിയ ശേഷം അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമ്മുടെ ആ പൂ വരച്ചത് ഫസ്റ്റ് കോട്ടെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിൽ ഒരു കോട്ടോടെ മണൽ ഇട്ട് കൊടുക്കണം, സാൻഡ് ഇട്ട് കൊടുക്കണം. അതെങ്ങനെയാണ് ഇടുന്നത് നോക്കാം. നമുക്ക് ആദ്യം നടുക്കുള്ള മഞ്ഞ ഇടാം. നല്ലപോലെ പശ തേക്കണം. അടുത്ത ഇടുമ്പോഴേ നല്ല തിക്കായിട്ട് പശ തേക്കണം. എന്നിട്ടാണ് നമ്മൾ അടുത്ത കോട്ടിടാൻ. നമ്മൾ ആ മഞ്ഞ കളറുള്ള പശ ഇട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് സാൻഡ് ഇട്ട് കൊടുക്കാം. സാൻഡ് നല്ലപോലെ ഒന്ന് പിടിച്ച ശേഷം നമുക്കതിനെ കുടഞ്ഞാൽ മതി. നല്ല തിക്കായിട്ട് വരണം ഇനിയുള്ളത്. അതുകൊണ്ട് ആ മണ്ണൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുടഞ്ഞ് കളയാം. ഇത് നല്ല തിക്കായിട്ട് ആ സാൻഡ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങണം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ റെഡ് കളറോട് അടിച്ചെടുക്കാം. അടിച്ചു ഇനി നമുക്കതുപോലെ ഈ റെഡ് കളറിനെ കൂടെ അതുപോലെ ആക്കി എടുത്തുകൊണ്ട് വരാം. നല്ല തിക്കായിട്ട് പശ തേച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പശ കൊണ്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് തേക്കണം. അതുകൊണ്ട് ഇത് പശ നല്ലോണം തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേലും അതുപോലെ ആ സാൻഡ് നല്ല ഒരു കോട്ട ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ രണ്ട് ഇതെല്ലാം ഞാൻ റെഡ് കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ കുടഞ്ഞ് കളഞ്ഞിട്ട് വേണം അടുത്ത ബാക്കിയുള്ള ചെയ്യാൻ. അതുപോലെ ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. ഞാൻ ആ പൂവ് ഇത്രയും വരെ ആക്കി വെച്ചിട്ടുണ്ട്. 2 ലെയർ സാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലീഫും സ്റ്റെമ്മും എല്ലാം ചെയ്തതിന് ശേഷം കുറച്ച് പണികൾ ബാക്കിയുണ്ട്. മൊത്തം ചെയ്തിട്ട് ആ ലാസ്റ്റ് ടച്ചിന് മുമ്പായിട്ട് ഉള്ള ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കിതിൻ്റെ ലീഫും സ്റ്റെമ്മൊക്കെ ഞാൻ ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഞാൻ കാണിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടതാണ്. ഞാനത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെ ബാക്കി അടുത്ത സ്റ്റെപ്പിലാണ് നമുക്കതിന് നോക്കാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ വർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്കിനകത്ത് ഒരു ചെറിയ പണിയും കൂടെ മൊത്തം തീർന്നില്ല, ചെറിയൊരു പണിയും കൂടെ. അപ്പോൾ അത് സാൻഡെല്ലാം അതിനകത്താക്കി ഇലയും പൂക്കളും എല്ലാം ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാനുള്ള പണിയെന്ന് പറഞ്ഞാൽ നമുക്കിനി ഇത് ഇളകി പോകാതിരിക്കാൻ, മണ്ണിട്ട് ഇളകി പോകാതിരിക്കാൻ നമുക്ക് അതിൻ്റെ പശ ഞാൻ ഫെവിക്കോളിനകത്തൊരു സ്വല്പം വെള്ളം, ഒരുപാടില്ല, കുറച്ച് ചെറുതായിട്ട് വെള്ളം ചേർത്തിട്ട്, ഒത്തിരി കോൺസെൻട്രേറ്റ് അല്ല, അത് ഇച്ചിരി ഒന്ന് ലൈറ്റാക്കി ഇട്ടിട്ട് അതിനെ നമുക്ക് ആ ഇത് നമുക്ക് ഇതിലൊക്കെ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കഴിയുമ്പോൾ നിറം മാറി ഉണങ്ങി കഴിയുമ്പോൾ അറിയത്തില്ല പിന്നെ അടിച്ചേക്കുന്നതായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചു കൊടുത്താൽ പിന്നെ ഇത് ഇളകി പോകത്തില്ല. ഇപ്പോൾ എവിടെയെങ്കിലും ഒട്ടാതിരിപ്പുണ്ടെങ്കിൽ എല്ലാം ഒട്ടി ശരിയായിട്ട് വരും. പിന്നെ ഇത് ഇളകി പോകത്തില്ല, ഈ സാൻഡ് ചെയ്ത് ഇളകി പോകത്തില്ല. അപ്പം നമുക്കിതുപോലെ ഇതിൽ വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഇതുപോലെ ഇത് ഫുള്ള് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ആർട്ട് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കാണുമ്പം ഇങ്ങനെ ഇരിക്കും. നമുക്കൊന്ന് ഫ്രെയിം ചെയ്ത് വലിയ ഗ്ലാസ് ഒന്നും ഇടാതെ തന്നെ ഒന്ന് ഫ്രെയിം ചെയ്തെടുത്താൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. ഗ്ലാസ് ഇട്ടാലും കുഴപ്പമില്ല. ഗ്ലാസ് ഇടാതെ നല്ല ഫൈബറിൻ്റെയോ അല്ലെങ്കിൽ കട്ടിയുള്ള പോളിത്തീൻ ഷീറ്റോ എന്തെങ്കിലും ഫ്രെയിം ചെയ്താൽ നല്ലതായിരിക്കും. നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കൊരു ഇതായിട്ട് വെക്കാനൊക്കെ ഒരു ഫ്രെയിമിങ് പോലെ വെക്കാനൊക്കെ നല്ലതായിരിക്കും. ഹൗസ് ഡെക്കറേഷന് അതും കൊള്ളായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. കുട്ടികളെ കൊണ്ട് ട്രൈ ചെയ്യിക്കുക.
നമുക്കിനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.